വെൽക്കം ബാക്ക്. റിപ്പോർട്ടർ മെഗാ പ്രീ പോൾ സർവേ. കേരളം ചിന്തിക്കുന്നത് എങ്ങനെ? 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് 19,223 വോട്ടർമാരെ നേരിട്ട് കണ്ട് റിപ്പോർട്ടർ അന്വേഷണ സംഘം കണ്ടെത്തിയ സർവേ ഫലത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ എപ്പിസോഡാണിത്. കേരളം ചിന്തിക്കുന്നത് എങ്ങനെ ഇത് നമ്മൾ പരിശോധിക്കുന്നു. ആദ്യ ചോദ്യത്തിലേക്ക് സ്മൃതി. കേരളത്തിന്റെ മൊത്തം നമ്മൾ 20 മണ്ഡലങ്ങളിലൂടെയുമുള്ള യാത്ര കഴിയുമ്പോൾ കേരളം ചിന്തിക്കുന്നത് എങ്ങനെ എന്ന പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് പോകുന്നു. വോട്ട് രേഖപ്പെടുത്തുമ്പോൾ പ്രധാനപ്പെട്ട വിഷയം എന്ത്? വോട്ട് രേഖപ്പെടുത്തുമ്പോൾ കേരളത്തിലെ ശരാശരി വോട്ടർമാരുടെ മനസ്സിലുള്ള കാര്യമെന്ത്? എന്തിനാണ് അവർ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്? വികസന പ്രവർത്തനത്തിനാണ്. നമ്പർ 1 വികസന പ്രവർത്തനങ്ങൾ. 35.2 35.2% ആളുകളും വികസന പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു. രണ്ടാമത് പ്രാധാന്യം സ്ഥാനാർത്ഥിയുടെ വ്യക്തിത്വം തന്നെയാണ്. 19.3%. മൂന്നാമത് വരുന്നത് വിലക്കയറ്റമാണ്. 16.7%. തൊഴിലില്ലായ്മ 10.4%. അഴിമതി 7.5%. എന്നാൽ നോക്കൂ, അയോധ്യ ക്ഷേത്ര നിർമ്മാണം കേവലം 2.6%. രാജ്യസുരക്ഷ 1.3%. NDA ഉയർത്തിപ്പിടിക്കുന്ന അയോധ്യ ക്ഷേത്ര നിർമ്മാണത്തിനും രാജ്യസുരക്ഷയ്ക്കും മൊത്തം കിട്ടുന്നത് 3.9%. അറിയില്ല എന്ന് രേഖപ്പെടുത്തുന്നത് 7%. ഇവിടെ 35.2% ആളുകൾ വികസന പ്രവർത്തനങ്ങൾ പ്രധാനമായി കാണുമ്പോൾ ഞാൻ സുപ്രധാനമായ വിഷയമായി കാണുന്നു. നോക്കൂ, വിലക്കയറ്റം, തൊഴിലില്ലായ്മ, അഴിമതി, ഈ 3 വിഷയങ്ങളോട് ചേർന്ന് ഏതാണ്ട് 34.6% ആളുകൾ ഈ 3 വിഷയങ്ങളെയും പ്രാധാന്യത്തോടുകൂടി കാണുന്നു. വിലക്കയറ്റം, അഴിമതി, തൊഴിലില്ലായ്മ എന്ന ഈ 3 വിഷയം സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള വികാരം തന്നെയാണ്. അത് വളരെ പ്രധാനമാണ്. വികസന പ്രവർത്തനങ്ങൾ എന്ന് സർക്കാർ പറയുന്ന കാര്യങ്ങളാണോ, അതല്ല സർക്കാരിനെതിരെ പറയാവുന്ന അഴിമതി, തൊഴിലില്ലായ്മ, വിലക്കയറ്റം, ഈ 3 കാര്യങ്ങളാണോ ഈ തെരഞ്ഞെടുപ്പിൽ LDF-നെ പിന്തുണയ്ക്കുകയോ LDF-നെതിരായി തീരുകയോ ചെയ്യുന്നത്? അത് മാത്രമാണ് പ്രധാനമായിരിക്കും. നമുക്ക് അതിഥികൾ കൂടിയുണ്ട്. അതിഥികളിലേക്ക് കൂടി ഒന്ന് പോകാം. ഉണ്ണി ബാലകൃഷ്ണൻ, നോക്കൂ ശ്രീ ഹസ്കർ, ഇവിടെ ഇപ്പോൾ വിലക്കയറ്റം, തൊഴിലില്ലായ്മ, അഴിമതി, ഈ 3 വിഷയങ്ങൾ വളരെ പ്രാധാന്യത്തോടുകൂടി വോട്ടർമാർ കാണുന്നുണ്ട്. നിശ്ചയമായും ഒരു MP-യുടെ പ്രവർത്തനം വിലയിരുത്തുമ്പോൾ അദ്ദേഹം ചെയ്ത വികസന പ്രവർത്തനങ്ങൾ ആ മണ്ഡലം ചർച്ച ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല. എങ്കിലും ഒരു പൊതുവികാരം എപ്പോഴും കേരളത്തിൽ ഒരു പൊളിറ്റിക്കൽ വോട്ടിംഗ് നടക്കുക. അപ്പോൾ ആ പൊതുവികാരം എപ്പോഴും പ്രാധാന്യത്തോടെ മുന്നിലേക്ക് വരും. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ഇക്കുറിയും ആശങ്കപ്പെടുന്ന സാഹചര്യമാണ് LDF-ന് മുന്നിൽ നിൽക്കുന്നത്. വിലക്കയറ്റം വളരെ പ്രധാനമായി കാണുന്നു, അഴിമതി ഒരു പ്രധാനപ്പെട്ട വിഷയമായി കാണുന്നു. അപ്പോൾ നിങ്ങൾ ഇതിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിൻ്റെ തുടർച്ചയായിട്ട് ചോദിക്കുന്നു. എന്തായിരിക്കും ഏതെങ്കിലും തരത്തിൽ LDF-ന് ഒരു തിരിച്ചടി, കനത്ത തിരിച്ചടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒറ്റ റീസൺ, കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിയും ശബരിമലയും പറയാം, ഇക്കുറി എന്തു പറയും? ഉണ്ണി ബാലകൃഷ്ണൻ, അങ്ങ് കരുതുന്നത് പോലെ മലയാളികൾ നരച്ച ബുദ്ധിയുള്ള ആളുകളൊന്നുമല്ല. കേരളത്തിലെ വികസനത്തെ സംബന്ധിച്ച് മലയാളികൾക്ക് കൃത്യമായി ബോധ്യമുണ്ട്. ഇപ്പോൾ നടക്കാൻ പോകുന്ന ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പല്ല, ഇപ്പോൾ നടക്കാൻ പോകുന്ന ഒരു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പാണ്. സംസ്ഥാന സർക്കാരിൻ്റെ നയങ്ങളെ സംബന്ധിച്ചോ വികസന സമീപനത്തെ സംബന്ധിച്ചോ ഒരു തരത്തിലുള്ള ഒരു അവലോകനം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവാൻ പോകുന്നില്ല. മാത്രമല്ല, വിലക്കയറ്റം ഒരു വലിയ പ്രശ്നം തന്നെയായിട്ട് വരുന്നത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലൊട്ടാകെയാണ്. ഇന്ധന വിലവർധനവാണ് വിലക്കയറ്റത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്രോതസ്സായി നമുക്ക് കാണാൻ കഴിയുക. അത് നിയന്ത്രിക്കേണ്ടത് കേന്ദ്ര സർക്കാരിൻ്റെ ബാധ്യതയാണല്ലോ. ഇതൊക്കെ ചിന്തിക്കുകയും ഇതൊക്കെ വർത്തമാനം പറയുകയും ചെയ്യുന്നത് തന്നെയാണ് മലയാളികൾ. മാത്രമല്ല, രാജ്യം ഏറ്റവും കടുത്ത തൊഴിലില്ലായ്മ നേരിടുന്ന ഒരു കാലഘട്ടമാണെന്നേ, അതിൽ കേരളത്തെയും ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ വികലമായ തൊഴിൽ നയത്തെ തുടർന്ന് വന്നിട്ടുള്ള തൊഴിലില്ലായ്മ രാജ്യത്താകമാനമുണ്ട്. അങ്ങനെ തടസ്സപ്പെടുത്തുകയാണെന്ന് വിചാരിക്കരുത്. നമുക്കിപ്പോ 2004 ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. 2004 എന്താ സംഭവിച്ചത്? 2004 ഇന്ത്യ മുഴുവൻ കോൺഗ്രസിന് അനുകൂലമായി വോട്ട് ചെയ്തു. ആ സമയത്ത് കേരളത്തിൽ എന്താ സംഭവിച്ചത്? 18-2 ആണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. 18-2. ആ 18 ആർക്കാ കിട്ടിയത്? LDF-നാ കിട്ടിയത്. അന്നൊരു മുഖ്യമന്ത്രിയുടെ രാജിവെച്ചു, AK ആന്റണി. കാര്യം എന്താ? ആന്റി ഇൻകംബൻസി, സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള വികാരം കേരളത്തിലെ വോട്ടിങ്ങിനെ ബാധിച്ചു എന്ന് കോൺഗ്രസ് വിലയിരുത്തുകയും ആന്റണി മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുകയും ചെയ്തു. അപ്പോൾ കേരളത്തിൽ ഇത്തരം കാര്യങ്ങൾ, ഈ വികാരങ്ങൾ ഇലക്ഷനിൽ റിഫ്ലക്റ്റ് ചെയ്യില്ല എന്ന് വിചാരിക്കുന്നത് യഥാർത്ഥത്തിൽ വലിയ വിഡ്ഢിത്തമായി പോവില്ലേ? അങ്ങനെയെങ്കിൽ കഴിഞ്ഞ ദിവസം നമുക്ക് വന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ റിസൾട്ട് പരിശോധിക്കൂ. 5 സീറ്റ് ഉണ്ടായിരുന്നിടത്ത് 10 സീറ്റിലേക്കാണ് LDF-ന് ഉയർത്താൻ കഴിഞ്ഞിട്ടുള്ളത്. അതൊരു വലിയ പാറ്റേൺ ആയിട്ട് തന്നെ കാണണം. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൻ്റെ കാഹളമായി ആ വിധിയെ കൂടി കാണണം. 5 സീറ്റായിരുന്നു LDF-നുണ്ടായിരുന്നത്, 10ആയി അത് മാറി.
UDFിൻ്റെ കയ്യിലിരുന്ന സീറ്റുകളും BJPയുടെ കയ്യിലിരുന്ന സീറ്റുകളും LDFന് പിടിച്ചെടുക്കാനായിട്ടുണ്ട് എങ്കിൽ അത് കേരളത്തിലെ മലയാളികൾ അത്തരത്തിൽ ചിന്തിക്കുന്നു എന്നുള്ളിടത്താണ്. അതൊരു പാറ്റേൺ ആണ്. അതായിരിക്കും പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും വരാൻ പോകുന്നത് എന്നുള്ളത് തന്നെയാണ് സത്യം. അല്ലാതെ ഒരു തരത്തിലും പ്രധാനപ്പെട്ട വിഷയമായി കണക്കാക്കിയിരിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആന്റി ഇൻകംബൻസിക്ക് കാരണമായേക്കാവുന്ന 3 ഘടകങ്ങൾ: വിലക്കയറ്റം, തൊഴിലില്ലായ്മ, അഴിമതി. അത് സംസ്ഥാന സർക്കാരിനെതിരെയാണോ വിരൽ ചൂണ്ടുന്നത്? അതല്ല, വികസന പ്രവർത്തനങ്ങൾക്ക് 35% ആളുകൾ പിന്തുണ പറയുമ്പോൾ അതിൻ്റെ ആനുകൂല്യം ലഭിക്കുന്നത് കേന്ദ്ര സർക്കാരിനോ ആണോ സംസ്ഥാന സർക്കാരിനാണോ? ഇതിൻ്റെ ബാലൻസിങ് എങ്ങനെയാണ് എന്നുള്ളതാണ് ഈ വോട്ടിലെ പ്രധാനപ്പെട്ട ഘടകം. അതേസമയം അയോധ്യ ക്ഷേത്ര നിർമ്മാണമോ രാജ്യസുരക്ഷയോ പോലെയുള്ള NDAയുടെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ വിഷയങ്ങൾ ഇവിടെ ഏശിയിട്ടില്ല എന്നും നമ്മുടെ സർവേ ഫലങ്ങൾ പറയുന്നു. അപ്പോൾ എന്താണ് മലയാളിയുടെ വോട്ട് വിഷയം എന്നത് ഈ കോൺഗ്രസിൻ്റെ ഇത്തവണത്തെ പ്രചരണത്തെ എങ്ങനെയാണ് നിശ്ചയിക്കാൻ പോകുന്നത്? ഒന്ന്, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന ഗവൺമെന്റിനെ ഒരു കാരണവശാലും ജനങ്ങൾ വിചാരണ ചെയ്യില്ല എന്ന ഭാസ്കറിന്റെ ഒരു അഭിപ്രായം, അത് മുൻകൂർ ജാമ്യം എടുക്കലാണ് കൃത്യമായിട്ട്. അപ്പോൾ ആ മുൻകൂർ ജാമ്യം എടുക്കുന്നത് ഇപ്പോൾ ഈ 3 വിഷയങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും പ്രതികളാണ്. ഇവിടെ ഹസ്കർ സൂചിപ്പിക്കുകയുണ്ടായി, വിലക്കയറ്റത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ധനത്തിന്റെ പ്രശ്നമാണ്. ഇന്ധനം അവിടെ പ്രശ്നമാണെങ്കിൽ ഇവിടെയും പ്രശ്നമാണ്. 3 രൂപ പെട്രോളിനും ഡീസലിനും വില കൂട്ടി വെച്ചിരിക്കുന്ന ഗവൺമെന്റാണ്. സപ്ലൈക്കോ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഈ രാജ്യത്ത് ഈ സംസ്ഥാനത്ത് വിലക്കയറ്റം ഉണ്ടാകുമ്പോൾ അതിനിടപെടാതെ കയ്യും കെട്ടി നോക്കി നിന്ന് സപ്ലൈക്കോ തന്നെ വിലക്കയറ്റത്തിന് കാരണമാവുന്ന സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ തെരഞ്ഞെടുപ്പിൽ നിന്നുള്ള എല്ലാ തെരഞ്ഞെടുപ്പിലും സ്വാഭാവികമായിട്ടും രാഷ്ട്രീയമായി വിധി എഴുതുന്ന ഒരു ജനതയാണ് കേരളത്തിലെ ജനത. അവിടെ കേന്ദ്രത്തിലെ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ ഒരു ഹിന്ദുത്വവാദത്തിനെതിരായിട്ടുള്ള ശക്തമായ വികാരമുണ്ടാകും എന്നുള്ളത് ഇപ്പം നിങ്ങൾ പറഞ്ഞ രാമജന്മഭൂമി വിഷയത്തിൽ വലിയ രീതിയിൽ പ്രഘോഷണവും അക്ഷതവും ഒക്കെ കൊണ്ടുപോയി കൊടുത്ത് അത് വോട്ടാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാണ്. അവിടെ 2% അത് ഒഴുകുന്നു. അപ്പോൾ ആ ഒരു പാറ്റേൺ വളരെ വ്യക്തമാണ്. പിന്നെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ ശബരിമല വിഷയത്തിൽ ഞാൻ ഒരു കാര്യം പറയാം. വ്യക്തിപരമായിട്ട് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശബരിമല കോൺഗ്രസ് ഒരു വിഷയമായിരുന്നില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് ഒരു കാരണവശാലും അതിനകത്ത് ശബരിമല ഒരു വിഷയമായിരുന്നില്ല. അത് സംഘപരിവാർ വിരുദ്ധത തന്നെയായിരുന്നു വിഷയം. ഇനി രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യവും ശബരിമലയും ഇവർ പറയുന്നതും ശരിയാണെന്നുണ്ടെങ്കിൽ ആ 2 ഇതുണ്ടായിട്ടും ഇല്ലാതിരിക്കാൻ സാധ്യതയുള്ള ഈ സമയത്ത് ഇവർക്ക് 3 സീറ്റേ ലഭിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ ശക്തമായ വികാരം CPM-നെതിരെ നിലനിൽക്കുന്നതല്ലേ അതിൽ നിന്ന് തീർച്ചയായിട്ടും കുറെ കൂടി അതേ. ശരി, ഞാൻ JR പത്മകുമാറിലേക്കാണ് എനിക്ക് പോകേണ്ടത്. പക്ഷെ അടുത്ത ചോദ്യം ചോദിച്ച ശേഷം പോകാമെന്നാണ് കരുതുന്നത്. നമ്മുടെ അടുത്ത പോയിന്റിലേക്ക് പോയ ശേഷം നമുക്ക് എനിക്ക് ഈ രാജ്യലക്ഷ്മി അയോധ്യയും കൂടി ഒന്ന് ചോദിക്കണ്ടേ? അല്ല, അത് ചോദിക്കാം. ക്ലബ് ചെയ്ത് വെക്കുന്നതായിരിക്കും കുറച്ചുകൂടെ. ശരി, അങ്ങനെയാണെങ്കിൽ ആരായിരിക്കണം അടുത്ത പ്രധാനമന്ത്രി എന്ന ചോദ്യത്തിന്റെ ഉത്തരം കേരളം എങ്ങനെ ചിന്തിക്കുന്നു? ആരായിരിക്കണം കേരളത്തിനടുത്ത പ്രധാനമന്ത്രി? ഓർമ്മിക്കണം, 400 സീറ്റുകളിലേക്ക് BJP കടന്നേക്കാമെന്ന് BJP ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോൾ രാജ്യം മുഴുവൻ മോദി ഗ്യാരണ്ടി വിളിക്കുമ്പോൾ കേരളം അങ്ങനെയല്ല. ആ ഗ്യാരണ്ടിയിൽ കേരളം അത്ര കണ്ട് വിശ്വസിക്കുന്നില്ല എന്നേ പറയാവൂ. അതെ, രാഹുൽ ഗാന്ധി തന്നെയാണ് 40.6%, നരേന്ദ്രമോദി 34.1%, 6.5% വ്യത്യാസം. അതെ, ശശി തരൂർ 5, മല്ലികാർജുൻ ഖാർഗെ കൂടി മുന്നിലേക്ക് വെച്ചാൽ 43%. ശശി തരൂർ കൂടി വന്നാൽ 48%. അവിടെ കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി വരണമെന്ന് ആഗ്രഹിക്കുന്ന കേരളത്തിന്റെ മനസ്സ്. JR പത്മകുമാർ. ശ്രീ JR പത്മകുമാർ, കേട്ടല്ലോ. ഇപ്പോൾ അയോധ്യ വിഷയം ഇവിടെ 2.6% പേർ മാത്രമേ ഉയർത്തുന്നുള്ളൂ. മോദി കേരളത്തിൽ പലതവണ വന്നു. പക്ഷേ പ്രധാനമന്ത്രി ആരാകണമെന്നുള്ള ആഗ്രഹം രാഹുൽ ഗാന്ധി, നിങ്ങൾ പരിഹസിക്കുന്ന രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകണമെന്ന് കേരളം ആഗ്രഹിക്കുന്നു. നിങ്ങൾ തെറ്റായ ഒരു പ്രചരണമാണ് നടത്തുന്നത്. ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഏറ്റവും പ്രധാനമായി കൊടുക്കുന്നത് വികസന പ്രവർത്തനങ്ങളാണ്. കഴിഞ്ഞ കാലങ്ങളിൽ 10 വർഷക്കാലമായി NDA ഗവൺമെൻറ് ഇന്ത്യയിൽ നടപ്പിലാക്കിയ വികസനങ്ങൾ എണ്ണി ഓരോ നിങ്ങളുടെ പരസ്യങ്ങൾ കണ്ടില്ലേ? ഇന്ന് ഓരോ നിങ്ങളുടെ മീഡിയയിലും പ്രധാന മീഡിയകളിൽ വരുന്ന പരസ്യങ്ങൾ, NDA ഗവൺമെൻറ്റിൻ്റെ പരസ്യങ്ങൾ, ആ പരസ്യങ്ങൾ കണ്ടാൽ വികസന പ്രവർത്തനങ്ങൾ സാധാരണ അവസാന വരിയിൽ നിൽക്കുന്ന സാധാരണക്കാരനെയും കൈപിടിച്ച് ഉയർത്തി പൊതുധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് ഞങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് തെറ്റായ ഒരു പ്രചരണമാണ്, നെറേറ്റീവാണ് നിങ്ങൾ കൊടുക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം, രാഹുൽ ഗാന്ധിക്ക്
മുന്നിൽ വന്നു, നിങ്ങളുടെ പ്രചരണം നിങ്ങളുടെ സർവേയിൽ വന്നു എന്ന് പറഞ്ഞിട്ട്. ഞാൻ ചോദിക്കട്ടെ, 75-77 കാലഘട്ടത്തിൽ ഇന്ത്യയെ അടക്കി ഭരിച്ച് ജനാധിപത്യത്തെയൊക്കെ തകർത്ത് ഇന്ത്യൻ ജനതയെ കയ്യിലെടുത്ത് അമ്മാനമാടിയിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധിക്കെതിരായി ഇന്ത്യയിൽ ഒരു വികാരമുണ്ടായപ്പോൾ നിങ്ങളൊക്കെ പറയും വിവരമില്ലാത്ത കുറേ ആളുകളുണ്ട് എന്നൊക്കെ പറഞ്ഞ ആ വടക്കേ ഇന്ത്യയും മറ്റ് സംസ്ഥാനങ്ങളുമൊക്കെ എങ്ങനെ വിലയിരുത്തി? കേരളം എങ്ങനെ വിലയിരുത്തി? 77 തെരഞ്ഞെടുപ്പിൽ കേരളത്തെ എങ്ങനെ വിലയിരുത്തിയത്? ഇത്രമാത്രം ദ്രോഹവും പൗരാവകാശ ലംഘനവും ഒക്കെ നടത്തിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം അന്ന് അവർക്ക് അനുകൂലമായി വിലയിരുത്തിയ ആളുകളാണ് കേരളത്തിലുള്ളത്. അതെ, അതുകൊണ്ട് കേരളത്തിലെ ആളുകൾ അങ്ങനെ നരേന്ദ്രമോദിക്കുണ്ട്. കേരളത്തിൽ 34% ചെറിയ കാര്യമല്ല. വോട്ട് ബേസ് 20 ആയിരിക്കുമ്പോഴും അതിലും അധികം ആളുകൾ നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രിയായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിക്ക് വലിയ മെജോറിറ്റി കിട്ടിയെന്ന് പറഞ്ഞതാണ് ഞാൻ പറഞ്ഞത്. കേരളത്തിന്റെ ഒരു ചിന്തിക്കുന്ന പാറ്റേണെ കുറിച്ചാണ്, രാജ്യരക്ഷയെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു. കേരളത്തിൽ രാജ്യരക്ഷയ്ക്ക് 0 അല്ലെങ്കിൽ 1% എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ചിന്തിക്കുന്നത് അവരെ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാകുമല്ലോ. കണ്ടെത്തിയ ആളുകൾ നിങ്ങളുടെ ഇതിനു വേണ്ടി അല്ല, അതാണല്ലോ വിദേശികൾക്ക് ഈ ശത്രു രാജ്യങ്ങൾക്ക് കൂടെ കയറി നിരക്കാനുള്ള ഒരു അവസരം ഉണ്ടായി കൊടുക്കണമെന്നുള്ളതാണ് നിങ്ങളുടെ കൺസെപ്റ്റ്. ഞങ്ങളുടെ കൺസെപ്റ്റ് അതല്ല. ഇത് ഞങ്ങളുടെ രാജ്യമാണ്, ഈ രാജ്യം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. കേരളത്തിലെ ജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതാണല്ലോ നമ്മളിവിടെ ചർച്ച നിങ്ങൾ കണ്ടെത്തിയ ഞാൻ അതല്ലേ പറഞ്ഞത്, നിങ്ങളുടെ മെത്തഡോളജിയെ ഞാൻ കുറ്റം പറയുന്നില്ല. അല്ല, നിങ്ങൾ മെത്തഡോളജിയെ ഞാൻ എതിർക്കുന്നില്ല. പക്ഷെ നിങ്ങൾ കണ്ടെത്തിയ ആളുകൾ ഒരുപക്ഷെ ഈ തരത്തിൽ ചിന്തിക്കുന്ന ആളുകളായിരിക്കാം. കേരളത്തിലെ ജനസംഖ്യയുടെ ഒരു പാറ്റേൺ ആണല്ലോ. അല്ല, പക്ഷേ അവിടെ ശരാശരി മറ്റ് 2 സർവേകളുടെയും ശരാശരി എന്ന് പറയുന്നത് 15% താഴെയായിരുന്നു. അന്ന് രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായ വലിയ തരംഗമായിരുന്നു കേരളത്തിലുണ്ടായിരുന്നത്. ആ ഘട്ടത്തിൽ നിന്ന് മാറി ഏകദേശം ഇരട്ടിപ്പിച്ചിട്ടുണ്ട് നരേന്ദ്രമോദിയുടെ പ്രതിച്ഛായ. നിങ്ങൾ 15% എന്ന് പറയുമ്പോൾ 2019 വോട്ടില് ഏകദേശം നമ്മുടെ UDF LDF 71 ലക്ഷം വോട്ട് കിട്ടിയപ്പോൾ നമുക്ക് എത്ര കിട്ടിയത്? 31 ലക്ഷത്തിൽ കൂടുതൽ വോട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ പെർസെൻറ്റേജ് പറയണ്ട. കോൺഗ്രസിന് അന്ന് 96 ലക്ഷം വോട്ടിന്റെ അടുപ്പിച്ച് കിട്ടുമ്പോഴേക്കും ഞങ്ങൾക്ക് 31 ലക്ഷം വോട്ട് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് പെർസെന്റേജിന്റെ അടിസ്ഥാനത്തിലല്ല, വോട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഞങ്ങൾ ഒരു അങ്ങനെയാണെങ്കിൽ അടുത്ത കണക്ക് കൂടി താങ്കൾ ഒന്ന് പറയൂ. ഇത് മോദി സർക്കാരിന് അനുകൂലമായ ഒരു വിധിയെഴുത്താണ്. അനുകൂലമായ കാര്യങ്ങൾ വരുമ്പോൾ എന്താണ് താങ്കൾ പറയുന്നത് കേൾക്കാൻ താല്പര്യമുണ്ട്. എങ്ങനെയുണ്ട് മോദി സർക്കാർ എന്നതായിരുന്നു ചോദ്യം. മോദി സർക്കാർ എങ്ങനെയുണ്ടെന്ന് വളരെ മികച്ചതും കൂടെ കൂട്ടിയാൽ എത്ര വരുന്നത്? വളരെ മികച്ചതും കൂട്ടുമ്പോൾ 33.7%. അതായത് മോശമെന്ന് പറയുന്നവരെക്കാൾ കൂടുതലാണ്. അല്ല, മോശമെന്ന് പറയുന്നത് 34.4%. അപ്പോഴും 1% വ്യത്യാസം. കേരളം പോലെ ഒരു സ്ഥലത്ത് നോക്കൂ, BJPയുടെ വോട്ട് ബേസ് ഏറെക്കുറെ കഴിഞ്ഞ തവണത്തെ നിങ്ങളുടെ വോട്ട് ബേസ് എന്ന് പറയുന്നത് 15.6%. കേരളത്തിലുടനീളം നിങ്ങൾ മത്സരിച്ചപ്പോൾ ലോക്സഭയിലെ നിങ്ങളുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് 15.6%. അങ്ങനെ ഒരു കേരളത്തിൽ 33% ആളുകൾ മികച്ച സർക്കാരാണ് കേന്ദ്രത്തിലെന്ന് പറയുമ്പോൾ മോശമാണ് ഈ സർക്കാർ, കേന്ദ്രത്തിലെ സർക്കാർ എന്ന് പറയുന്നത് 34% മാത്രമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. 32.4 അതായത് പറയുന്നവരെക്കാൾ കൂടുതൽ ആളുകൾ കൊള്ളാമെന്ന് പറയുന്നു. 1% കൂടുതലാണ്. ആ 1% കൂടുതലുണ്ട്. JR, ഇതിനെ എങ്ങനെ കാണുന്നു? നല്ല അഭിപ്രായം കേരളത്തിലുള്ള ആളുകൾക്ക്. അല്ല പറഞ്ഞത്, നിങ്ങളിപ്പോ ഈ പെർസെന്റേജ് ടോട്ടൽ അല്ല ഞാനത് പറഞ്ഞോട്ടെ ഈ നമ്മൾ ഈ പെർസെൻറ്റേജ് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, വയനാട്ടില് ജയിച്ച സ്ഥാനാർത്ഥിയുടെ വോട്ട് എത്രയാ? വിജയിച്ച ഭൂരിപക്ഷം എത്രയാ? ഏകദേശം 4-5 ലക്ഷം വോട്ട് ഭൂരിപക്ഷം വരെയാണ്. അപ്പം പെർസെൻറ്റേജ് അവിടെ BJPയുടെ പെർസെൻറ്റേജ് കുറഞ്ഞു എന്നുള്ളതാണ്. അതുപോലെ മൊത്തം പെർസെൻറ്റേജ് അല്ല കണക്ക്. നമ്മൾ ഇലക്ഷൻ നേരിടുന്നത് ഓരോ മണ്ഡലത്തിനെ ബേസ് ചെയ്തിട്ടാണ്. ആ ഓരോ മണ്ഡലത്തിനെ ബേസ് വരുമ്പോൾ ഞങ്ങൾക്ക് ചിലപ്പോൾ 2ാം സ്ഥാനം വന്ന് നിങ്ങൾക്ക് ആലോചിച്ച് നോക്കാം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ നമുക്ക് ഞങ്ങൾ തന്നെ 2 ലക്ഷം വോട്ടിൽ കൂടുതൽ പിടിച്ച 3 മണ്ഡലമുണ്ട്. 3 ലക്ഷം വോട്ട് പിടിച്ച ഒരു മണ്ഡലമുണ്ട്. അപ്പൊ ആ നിലയിൽ നോക്കുമ്പോൾ ഞങ്ങൾക്ക് ഇവിടുന്ന് ഞങ്ങളുടെ എത്ര ഇലക്ടഡ് പ്രതിനിധിയെ കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് നല്ലൊരു ആത്മവിശ്വാസമുണ്ട്. മോദി സർക്കാരിനെ കുറിച്ചുള്ള അഭിപ്രായം ഇവിടെ കൂടുതലാണ്, അതാണ് പറഞ്ഞത്. കൂടുതലാണ്. അല്ല, ഞങ്ങൾ തർക്കമില്ലല്ലോ. അത് അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ടാവാം.
ശരി ശരി ഉണ്ടാവാം. ഇതിലെങ്ങനെയാണ് രാജു പി നായരുടെ അവർക്ക് പ്രതികരണം ഒന്നുകൂടി മോഡി അറിയണം. ഗവൺമെന്റ് രാജു ചെയ്യുന്ന പി നല്ല നായർ കാര്യങ്ങളെ വിലയിരുത്തുമ്പോൾ തന്നെ കേരളത്തിൽ നിങ്ങൾ ഈ രാജ്യത്തെ സംബന്ധിച്ച് പിണറായി വരുമ്പോൾ വിജയൻ സർക്കാരിനെതിരെ കാഴ്ചപ്പാടില്ലാതെ പ്രതിപക്ഷം ജാഗ്രത പ്രചരണത്തിന്റെ കുന്തമുന ഇങ്ങനെ തിരിച്ചു വെച്ചിട്ട് ഒടുവിൽ എല്ലാ നേട്ടവും നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുപോയി എന്ന അവസ്ഥയിലേക്ക് എത്തിയോ? മോദി സർക്കാരിനെ കുറിച്ച് പറയാൻ മറന്നുപോയ പ്രതിപക്ഷത്തിന് നൽകേണ്ടി വരുന്ന വിലയാണോ ഈ പൊതുജനാഭിപ്രായം? ഇല്ല, ഒരിക്കലുമല്ല. കാരണം ഞാൻ പറഞ്ഞില്ല, എല്ലാത്തിനെയും നമുക്ക് അതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള ഫിഗറിനനുസരിച്ച് നമുക്കത് അനലൈസ് ചെയ്യാൻ കഴിയില്ല. ഇപ്പോൾ സ്വാഭാവികമായിട്ടും നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിട്ട് നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു ചെറിയ രീതിയിലുള്ളൊരു പിന്തുണ ലഭിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഏത് സമൂഹത്തിലും അത് ലഭിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന പിന്തുണ നോക്കൂ. ഇതെന്താ ഏറ്റവും പ്രധാനപ്പെട്ടത്? അതിന് ഞാൻ വായിച്ചെടുക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച സംഘപരിവാർ വിരുദ്ധത കേരളത്തിൽ എത്രമാത്രം ശക്തമാണെന്നാണ്. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഇന്നത്തെ ഇന്ത്യയിൽ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരു മനുഷ്യനില്ലെങ്കിൽ നരേന്ദ്രമോദിക്കെതിരെ ആരായിരുന്നു? ഒരു നേതാവ്, പ്രാദേശിക പാർട്ടികളുടെ നേതാവും അതല്ലെങ്കിൽ മറ്റ് നേതാക്കളും ഉൾപ്പെടെ ഒരാളും നരേന്ദ്രമോദിക്കെതിരെ ശബ്ദിക്കാൻ തയ്യാറല്ലാതെ നിൽക്കുമ്പോൾ, അയോഗ്യനാക്കപ്പെടുമ്പോഴും തുറങ്കിലടക്കാൻ ശ്രമിക്കുമ്പോഴും ED ഉപയോഗിക്കുമ്പോഴും CBI ഉപയോഗിക്കുമ്പോഴും കഴിവുന്നതെല്ലാം ഉപയോഗിക്കുമ്പോൾ പോലും ഏറ്റവും ശക്തമായിട്ട് നരേന്ദ്രമോദി എന്ന് പറയുന്ന RSSന്റെ ഈ ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരെ പറയുന്ന ഒരേ ഒരു നേതാവ് രാഹുൽ ഗാന്ധിയാണ്. ആരോടൊന്ന് ആലോചിച്ച് നോക്കൂ. രാഹുൽ ഗാന്ധി ഇല്ലാത്ത ഇന്നത്തെ ഇന്ത്യയെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. അവിടെയാണ് രാഹുൽ ഗാന്ധിയുടെ പ്രസക്തി. അതാണ് കേരളം. രാഹുൽ ഗാന്ധിക്ക് ഇപ്പൊ നമ്മുടെ ഈ വലിയ ഞാൻ അവകാശവാദങ്ങളേക്ക് ഒന്നും പോകുന്നില്ല. പക്ഷെ അപ്പോഴും രാഹുൽ ഗാന്ധി എന്ന മനുഷ്യന് പിന്തുണ കൊടുക്കണം എന്ന് കേരളം ആഗ്രഹിക്കുന്നത്. പറഞ്ഞോളൂ പത്മകുമാർ. അല്ല, ഞാൻ പറഞ്ഞതിന് ശേഷം അങ്ങ് പറഞ്ഞോളൂ. ഈ രാഹുൽ ഗാന്ധി ശരി, ആയിക്കോട്ടെ. പറഞ്ഞോളൂ, ഞാൻ വഴങ്ങി. അല്ല, പക്ഷേ എന്തൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് പിന്നെ JR പത്മകുമാറിൽ നിന്ന് വരുന്നത്. ചോദിച്ചോളൂ JR പത്മകുമാർ ഒന്ന് ചോദിച്ചോട്ടെ. രാജു പി നായർ, രാഹുൽ ഗാന്ധി എന്ന് മാത്രമേ പറഞ്ഞോളൂ. ഞാൻ വഴങ്ങിയതാണ്. അല്ല, ഈ രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞ് ഇത്രയൊക്കെ അവസരം കിട്ടിയിട്ട് അദ്ദേഹത്തിന് ഇങ്ങനെ എഴുന്നള്ളിച്ചോണ്ട് നടക്കലേ. നിങ്ങളുടെ പാർട്ടിയിൽ കഴിവുള്ള ചെറുപ്പക്കാരുടെ പാർട്ടി വിട്ടുപോയ എത്രയോ ആളുകളുണ്ട്. അവർക്ക് ഈ അവസരങ്ങൾ കൊടുത്തിരുന്നെങ്കിൽ നിങ്ങൾ ഈ പറയുന്നതിനേക്കാൾ ശക്തമായ ഒരു മുന്നേറ്റം ഇന്ത്യയിൽ പ്രതിപക്ഷ നിലയിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. നിങ്ങൾ അതിന് അവരെ അവസരങ്ങൾ നിഷേധിക്കുകയും ഒരാളിനെ ഇങ്ങനെ കൊണ്ടുവരികയും ചെയ്യുന്നതാണ്. BJP അല്ല ഞാൻ പറയാം. അതിന് ഞാൻ മറുപടി പറയാം. കാരണം ഞാൻ പറഞ്ഞാണല്ലോ, ഞാൻ മറുപടി പറയാം. ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനവും അതിന്റെ നേതാവ് ആരാണെന്ന് തീരുമാനിക്കുന്നതും അദ്ദേഹത്തിൻ്റെയൊക്കെ നേതൃത്വ പദവിയിലേക്ക് ഉയർത്തുന്നതും ആ പ്രസ്ഥാനത്തിന്റെ ആശയത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പൊ നരേന്ദ്രമോദി മുസ്ലിം വിരുദ്ധത പറയുകയും ന്യൂനപക്ഷങ്ങളെ ഈ രാജ്യത്തുനിന്ന് ഇല്ലാതെയാക്കണമെന്നും അപരമത വിദ്വേഷത്തിന്റെയും അക്രമത്തിന്റെയും രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്നത് നിങ്ങളുടെ ആശയത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ആ ആശയത്തിൽ നിന്ന് നരേന്ദ്രമോദിയെ പോലെ ഇത്രമാത്രം വർഗീയത പറയാൻ പറ്റിയ, ഇത്രമാത്രം ന്യൂനപക്ഷ വിരുദ്ധത പറയാൻ പറ്റിയ മറ്റൊരു മുഖമില്ല. അല്ലേ, ഞാൻ പറയട്ടെ, അങ്ങ് പറഞ്ഞപ്പോൾ ഞാൻ വഴങ്ങിയതാണല്ലോ എന്റെ സമയത്ത്. അത്രമാത്രം വർഗീയത പറയാൻ പറ്റിയ മറ്റൊരു നേതാവ് ഇന്നില്ല. ആ ന്യൂനപക്ഷ വിരുദ്ധതയും ഗുജറാത്ത് ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡാണ് ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ ലേബൽ. ഞങ്ങളുടെ ലേബൽ ഈ ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരെ ഏറ്റവും ശക്തമായിട്ട് ശബ്ദിക്കുന്ന ശബ്ദമാണ്. അത് രാഷ്ട്രീയം കൊണ്ടും പ്രവർത്തനം കൊണ്ടും ഈ രാജ്യത്ത് മതേതര സമൂഹത്തെ ഒരുമിപ്പിച്ച് നിർത്തിക്കൊണ്ട് ഈ രാജ്യത്ത് വർഗീയ വിദ്വേഷം പടർത്തുമ്പോൾ ഞാൻ സ്നേഹത്തിന്റെ സന്ദേശവാഹകനാകും എന്ന് പറയുന്ന ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ക്രക്സ് ഉണ്ടല്ലോ, ആ ക്രക്സ് ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന, പ്രവർത്തനത്തിൽ കൊണ്ടുവരുന്ന ഒരു നേതാവ്, അത് ഞങ്ങൾക്ക് രാഹുൽ ഗാന്ധിയാണ്. ആ രാഹുൽ ഗാന്ധിയെ ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യും. നിങ്ങൾക്ക് നരേന്ദ്രമോദിയാണെങ്കിൽ നരേന്ദ്രമോദിയെ സംബന്ധിച്ച് എനിക്ക് 1000 കുറ്റം പറയാനുണ്ട്. ഞാൻ സമയം ഉണ്ടെങ്കിൽ പറയാം. അദ്ദേഹത്തിന്റെ കഴിവെന്താണെന്നെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ കഴിവെന്തിനെ സംബന്ധിച്ച് പറയാം. ഒരു ജനങ്ങളുടെ മുന്നിൽ നിന്നുകൊണ്ട് ഭീരുവായ മനുഷ്യൻ ശരി. ഹസ്കനുള്ള ചോദ്യം മനസ്സിലായല്ലോ. എങ്ങനെയുണ്ട് പിണറായി സർക്കാർ എന്ന ചോദ്യത്തിന് കൂടി കേരളം ചിന്തിക്കുന്നു. എങ്ങനെയുണ്ട് പിണറായി സർക്കാർ എന്ന നേരിട്ടുള്ള ചോദ്യത്തിന് കേരളം പറയുന്നത് കേൾക്കൂ.
വളരെ വളരെ മികച്ചതെന്ന് 5.7%, മികച്ചതെന്ന് 13.1%. കേവലം 18.8% പേർക്ക് പിണറായി സർക്കാരിനെ കുറിച്ച് അഭിപ്രായമുള്ളൂ. ശ്രീ ഹസ്കർ, അതായത് അപ്പോൾ വളരെ മോശം. മോശമെന്നും പറയുന്നത് 8.4%. അതായത് കൊള്ളാമെന്ന് പറയുന്നവരുടെ ഇരട്ടി മോശമാണെന്ന് പറയുന്നു പിണറായി സർക്കാർ. നോക്കൂ ഹസ്കർ, ഇതാണ് സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരമായി മാർക്ക് ചെയ്യപ്പെടുന്നത്. അല്ല, സ്വാഭാവികമായും 2 തവണ തുടർച്ചയായി അധികാരത്തിലെത്തുന്ന ഏതൊരു ഗവൺമെന്റിനെതിരെയും ഇത്തരത്തിലൊരു ഭരണവിരുദ്ധ വികാരങ്ങളുണ്ടാവും. വലിയ പ്രതീക്ഷയോടുകൂടിയാണ് 2ാം പിണറായി സർക്കാർ അധികാരത്തിലെത്തുന്നത്. അപ്പം ആ തരത്തിൽ ആ പ്രതീക്ഷകൾക്കൊത്ത് ഉയരുന്ന തരത്തിലേക്ക് കേരളത്തിൻ്റെ സാമ്പത്തിക മാന്ദ്യം വലിയൊരു തരത്തിൽ ബാധിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങളും അതുപോലെ അത്തരത്തിൽ കേരളത്തിന് ലഭിക്കേണ്ട അർഹമായ സാമ്പത്തിക പ്രാതിനിധ്യവും ലഭിക്കാത്തതിന്റെ പേരിൽ പല പദ്ധതികളും ഒരുപക്ഷെ ഇഴഞ്ഞു നീങ്ങുന്ന സാഹചര്യം സർക്കാർ ഉയർത്തുമ്പോൾ അതിനെ തള്ളുന്നുണ്ട്. അടുത്ത ചോദ്യമായി വരുന്നുണ്ട് ശ്രീ ഹസ്കർ. അത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. എന്റെ ശതമാനം അതൊക്കെ പറഞ്ഞേക്കാം നമുക്ക്. അതായത് അതൊക്കെ പറഞ്ഞേക്കാം. ശരി, അതായത് നിങ്ങൾ പരാജയമാണെന്ന് പറയുന്നത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണല്ലോ. സംസ്ഥാന സർക്കാരിന്റെ പരാജയം കൊണ്ടാണ് സർക്കാർ ഇവിടെ കാശില്ലാത്തതെന്നാണ് 48.4% പേർ അഭിപ്രായപ്പെടുന്നത്. പക്ഷേ കേന്ദ്ര സർക്കാർ നയമാണെന്ന് പറയുന്നത് അതിന്റെ പകുതി മാത്രമാണ്. 29.9%, ഏകദേശം പകുതി. അതെ. ഒരുപക്ഷെ നിങ്ങൾ ഇത് കേരള സംസ്ഥാന സർക്കാർ ഇത് വളരെ കാലങ്ങളായി ആവർത്തിച്ചു പറയുകയും കേരളത്തിലെ 18 എംപിമാർ, UDFന്റെ 18 എംപിമാർ ഇതിനെ സംബന്ധിച്ച് പാർലമെന്റിലോ പുറത്തോ ഒരു വാക്ക് പോലും ഉന്നയിച്ചിട്ടില്ല. അവിടെയാണ് പ്രശ്നം. കേരളത്തിലെ 18 എംപിമാർ അവർ ഒരു തരത്തിൽ പോലും ഈ വിഷയം ഉന്നയിച്ചു. അവർക്കെല്ലാം നേരിട്ട് ബോധ്യമുള്ള കാര്യമാണ്. കേരളത്തിനു വേണ്ടി പാർലമെന്റിൽ സംസാരിക്കാതെയും കേരളത്തിനു വേണ്ടി സംസാരിക്കാതിരിക്കുകയും ചെയ്തു എന്നിടത്താണ് ഒരു വലിയ പ്രശ്നം. അതായിരിക്കും ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നിർണായകമായി കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പിൽ ചർച്ചയ്ക്ക് വെക്കാൻ. വേണ്ട, അങ്ങനെ ചർച്ചയ്ക്ക് വെക്കേണ്ട. കാരണം വെച്ചാല് നേരത്തെ തന്നെ നിങ്ങൾ അത് ചർച്ചയ്ക്ക് വെച്ചു ശ്രീ ഹസ്കർ. അതായിരുന്നു നവകേരള സദസ്സ്. കേരളത്തിന്റെയും രാജ്യത്തിന്റെയും ചരിത്രത്തിൽ ആദ്യമായി ഒരു എൻറ്റയർ ക്യാബിനറ്റ് കേരളത്തിലുടനീളം യാത്ര ചെയ്തിട്ട് ജനങ്ങളോട് പറയാൻ ശ്രമിച്ച കാര്യം എന്താണ്? കേന്ദ്രം കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുന്നു. ആ ഞെരുക്കുന്നു എന്ന് പറയുന്ന വാദത്തിന് അംഗീകാരം കിട്ടിയോ എന്ന് ഞങ്ങളൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യത്തിൻ്റെ മറുപടി കൂടി കാണാം ഹസ്കർ. നവകേരള സദസ് ആവശ്യമായിരുന്നു എന്ന് കേരളത്തിലെ 20 മണ്ഡലങ്ങളിൽ ഞങ്ങൾ ചോദിച്ചു. അതിൻ്റെ ആൻസർ എന്താണെന്ന് അറിയാമോ? 73.5% പേർ, 73.5% പേർ. അതായത് അതെ, അത്രയും ആളുകൾ ഇത് വേണ്ടായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നവകേരള സദസ്സിനെ കേരളം പൂർണ്ണമായും തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്ന് മാത്രമല്ല, കേന്ദ്രമാണ് കേരളത്തെ സാമ്പത്തികമായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള ആർഗ്യുമെന്റ് ബോധ്യപ്പെടുന്നില്ല കേരളത്തിലെ ജനങ്ങൾക്ക്. ഇനിയിപ്പോൾ UDF എംപിമാർ ഈ പാർലമെന്റിൽ പോയി ഇത് സംസാരിച്ചില്ല എന്ന് പറയാൻ വേണ്ടി പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ഇഫക്റ്റ് ഉണ്ടാകുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഉണ്ണിബാലകൃഷ്ണൻ ഒരു പോയിന്റ് അദ്ദേഹം പറഞ്ഞത് വലിയ അപകടമുണ്ട്. എല്ലാ സാഹചര്യവും ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഹസ്കർ ഒന്ന് അടങ്ങുമോ? ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. പറഞ്ഞോളൂ രാജു പി നായർ, പറഞ്ഞോളൂ. നോക്കൂ ശ്രീ ഹസ്കറിന്റെ അഭിപ്രായം 20 എംപിമാരിൽ 18 പേര് കേരളത്തിൽ സംസാരിച്ചില്ല. അത് വസ്തുതാവിരുദ്ധമാണ്. NK പ്രേമചന്ദ്രൻ ഉൾപ്പെടെയുള്ള എംപിമാര് കേരളത്തിൽ, കൊടിക്കുന്നിൽ സുരേഷ്, ജബി മേത്തർ ഉൾപ്പെടെ ലോക്സഭ രാജ്യസഭയാണ് അത് ഉയർത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം പഠിക്കട്ടെ. പക്ഷെ പ്രശ്നം അറിയോ? എന്തുകൊണ്ട് MM ഹാരിഫിനെയും കോട്ടയത്ത് തോമസ് ചാഴിക്കാടിനെയും തിരഞ്ഞെടുക്കാൻ പാടില്ല എന്ന് ഹസ്കർ പറഞ്ഞിരിക്കുകയാണ്. അല്ലെങ്കിൽ ഈ 2 പേര് കേരളത്തിന്റെ താല്പര്യത്തിന് വേണ്ടി നിങ്ങൾ പറയുന്ന ഈ കേന്ദ്ര നയത്തിന്റെ താല്പര്യം ലോക്സഭയിൽ ഉന്നയിച്ച കാര്യം പറയാ ഹസ്കറെ, അതല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുകയാണ് AM ഹാരിഫിനെയും തോമസ് ചാഴിക്കാടിനെയും തെരഞ്ഞെടുക്കരുത്. കാരണം ഈ സംസ്ഥാനത്തിന്റെ താല്പര്യം ലോക്സഭയിൽ സംസാരിക്കാൻ അവർ പരാജയപ്പെട്ടു എന്നു കൂടിയുള്ള അഡ്മിഷനാണ് ഹസ്കറിന്റെ വാദം. എനിക്കൊരു ചെറിയ അഭ്യർത്ഥനയുണ്ട്. അസ്കർ കുറച്ച് കൂടുതൽ സമയം സംസാരിക്കണം ഈ 2 വിഷയങ്ങളിൽ. ഇടയ്ക്കൊക്കെ നമ്മൾ തടസ്സപ്പെടുന്നുണ്ട്. അസ്കർ കുറച്ച് കൂടുതൽ സമയം ഈ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ പോയിന്റ് ഒന്ന് വ്യക്തമാക്കട്ടെ. ഈ സർക്കാരിനെതിരായിട്ടുള്ള ഈ ഭരണവിരുദ്ധ വികാരത്തെ വിശദീകരിക്കാൻ അസ്കറിനെ കഴിയൂ. അതെ, അതുകൊണ്ട് അസ്കർ സംസാരിച്ചോളൂ. അങ്ങനെയല്ല, സംസ്ഥാന സർക്കാരിന് സ്വാഭാവികമായിട്ടൊരു ആന്റി ഇൻക്യുബേഷൻ ഫാക്ടർ ഏത് ഗവൺമെന്റിനെതിരെയും ഉണ്ടാവും. അത് സംസ്ഥാന ഗവൺമെന്റിനുണ്ട്. പക്ഷെ ഒരിക്കലും ഈ സംസ്ഥാന സർക്കാരിൻ്റെ വിലയിരുത്തലായി ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ നമുക്ക് കാണാനില്ല. അതിന് വലിയ വിശാലമായിട്ടുള്ള ആകാശം ഈ തെരഞ്ഞെടുപ്പിനുണ്ട്. അത്തരത്തിൽ തന്നെയാണ് കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കുക എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അത്
കേരളത്തിൽ കേന്ദ്രം നടത്തുന്ന സാമ്പത്തികമായി കേരളത്തെ ഇത്രയേറെ ഞെരുക്കി കൊന്നിട്ടുള്ള മറ്റൊരു കാലഘട്ടമില്ല. ആ കാലഘട്ടത്തിനെ അനുസരിച്ച് കേരളത്തിലെ ജനങ്ങൾ ഒരുപക്ഷെ അത് ബോധ്യപ്പെടുന്നതിന് കേരളത്തിൽ ഉദാഹരണത്തിന് ഇന്ധന വില വർധനവ് രാജ്യത്തിൻ്റെ ഭക്ഷ്യവസ്തുക്കളുടെ വിലക്കയറ്റത്തിന് ഏറ്റവും പരമപ്രധാനമായ അല്ലെങ്കിൽ അതൊരു നിദാനമായ കാരണമാണ് എന്ന് ബോധ്യപ്പെട്ടിട്ടില്ല കേരളത്തിലെ ജനങ്ങളെന്ന് പറഞ്ഞാൽ അതെനിക്ക് ഒരു തരത്തിലും അങ്ങനെ അങ്ങ് വിശ്വസിക്കാനാവില്ല. കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് കൃത്യമായി ഇക്കാര്യത്തിൽ ഒരു അവബോധമുണ്ട്. അത് പ്രചരിപ്പിക്കുന്ന തരത്തിലേക്ക് ഇടതുപക്ഷത്തിൻ്റെ പ്രചരണങ്ങൾ വലുതായി തരത്തിൽ വരും. മാത്രമല്ല പാർലമെൻറ്റിൽ 18 MP എന്തു ചെയ്തു എന്നിടത്ത് ചോദിക്കുന്നിടത്ത് പ്രേമേന്ദ്രൻ എന്നെ പോലുള്ള ഒരു MP അദ്ദേഹം BJPയുടെ വിരുന്നിന് പ്രധാനമന്ത്രിയുടെ വിരുന്നിനടക്കം പോയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അതും കേരളത്തിലെ ജനങ്ങൾ വിലയിരുത്താൻ പോകുന്ന ഒരു വസ്തുത തന്നെയാണ്. മാത്രമല്ല സഖാവ് AM ആരിഫ് പാർലമെന്റിനുള്ളിൽ കേരളത്തിനു വേണ്ടി സംസാരിച്ചിട്ടുള്ള എത്രയെത്ര മുഹൂർത്തങ്ങളുണ്ട് എന്നുള്ളത് നമുക്കറിയാം. സാമ്പത്തികമായി കേരളത്തെ ഞെക്കിക്കൊല്ലുന്ന ഘട്ടത്തിൽ AM ആരിഫിന്റെ പാർലമെന്റ് പ്രവർത്തനങ്ങൾ പരിശോധിച്ചാൽ അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസംഗങ്ങൾ പരിശോധിച്ചാൽ അത് നമുക്ക് മനസ്സിലാവുന്നുള്ളൂ. അദ്ദേഹം ഇതിനൊപ്പം തന്നെ ഇടതുപക്ഷ മനസ്സോട് അവസാനിച്ചിരിക്കുന്നത് ദില്ലി ചലോ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ചലനങ്ങൾ ഉണ്ടാക്കുമോ എന്നത് നമുക്ക് ഈ സർവേയിലൂടെ അളന്നെടുക്കാനും കഴിയില്ല. സംസ്ഥാന സർക്കാരിന്റെ ദില്ലിയിൽ നടത്തിയ പ്രതിഷേധത്തിന് മുൻപാണ് ഈ സർവേയുടെ പീരീഡ് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി നമ്മൾ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം രാജു പി നായർ വളരെ ശക്തമായ മറുപടി പറയേണ്ടി വരുന്ന ചോദ്യത്തിലേക്ക് മുഖ്യമന്ത്രിയുടെ ആണോ? അടുത്ത ഏതാണ്? പ്രതിപക്ഷം എങ്ങനെയുണ്ട്? അതാണ് പ്രതിപക്ഷം എങ്ങനെയുണ്ട് എന്ന് കേരളം ചിന്തിക്കുന്നു. ഓൺ സ്ക്രീൻ കേരളത്തിലെ പ്രതിപക്ഷം എങ്ങനെയുണ്ട്? മികച്ചതാണോ മോശമാണോ? മികച്ചതെന്ന് 3.2% പേരും, വളരെ മികച്ചതെന്ന് 3.2% പേരും, മികച്ചതെന്ന് 12.7%. അതായത് 15.9% പേർക്ക് പ്രതിപക്ഷത്തെ കുറിച്ച് അഭിപ്രായമുള്ളൂ. വളരെ മോശം എന്ന് പറയുന്നത് 42.4%. ഇരട്ടിയോളം. അതാണ് പ്രതിപക്ഷം അത്ര പോരാ, പ്രതിപക്ഷം വേണ്ടത്ര ഉയർന്നു പ്രവർത്തിക്കുന്നില്ല എന്നാണ് ഭൂരിഭാഗം ആളുകളുടെയും അഭിപ്രായം. ശ്രീരാജു, അത് മാത്രമല്ല കേട്ടോ, ഒരു കമ്പാരിസൺ നോക്കണം. പിണറായി സർക്കാരിനെ മോശമെന്ന് കരുതുന്നവരും പ്രതിപക്ഷത്തെ മോശമെന്ന് കരുതുന്നതും തമ്മിലുള്ള വ്യത്യാസം വെറും 6%. അതായത് പ്രതിപക്ഷത്തിന്റെ റോളിൽ നിങ്ങൾ കൊള്ളൂല, ഭരണപക്ഷത്തിന്റെ റോളിൽ അവരും കൊള്ളൂല എന്നതാണോ കേരളത്തിന്റെ മനസ്സിലിരിപ്പ്? രാജു പി നായർ, അല്ലല്ല, ഈ പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനത്തെ സംബന്ധിച്ച് ചോദ്യങ്ങളോ അല്ലെങ്കിൽ തർക്കങ്ങളോ എതിരഭിപ്രായം ഉണ്ടെങ്കിൽ അത് പരിഗണിക്കപ്പെടണം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഈ പ്രതിപക്ഷം മോശമാണെന്നുള്ളത് ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് സൂചിപ്പിക്കുന്നതിനെ സംശയം ഉണ്ടാവും. ഈ ഏറ്റവും വലിയ സമരങ്ങൾ നടത്തിയിട്ടുള്ള കാലമാണ് ഈ കാലം. എത്രയോ വിഷയങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് വെച്ചാൽ ഈ വിഷയങ്ങളുടെ ബാഹുല്യമാണ്. ചില ആൾക്കാരോട് ഞങ്ങൾ സംസാരിക്കുമ്പോൾ, ഞാൻ വളരെ ഓണസ്റ്റായിട്ട് പറയാം, ചില ആൾക്കാരോട് ഞങ്ങൾ സംസാരിക്കുമ്പോൾ പറയാൻ ഒരു വിഷയം സംസാരിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം നിങ്ങൾ അടുത്ത വിഷയത്തിലേക്ക് പോകുന്നു, അത് ഒരു ഫോളോ അപ്പ് നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് ചില ആൾക്കാർ പരാതി പറയുന്നു. ഞാൻ ഓണസ്റ്റായിട്ട് ഞാൻ അഡ്മിറ്റ് ചെയ്യാണ്. പക്ഷെ പ്രശ്നം എന്താ? പ്രശ്നം ഈ വീണാ വിജയനും പിണറായി വിജയനും ഉൾപ്പെടെയുള്ള സംഘം ഓരോ ദിവസവും പുതിയ വിഷയങ്ങളല്ലേ. അത് മെറിറ്റ് ഇല്ലാത്ത ഏതെങ്കിലും വിഷയമാണോ? ഇതെല്ലാം മെറിറ്റുള്ള വിഷയങ്ങൾ വരികയാണ്. അപ്പൊ ജനങ്ങൾക്ക് ഈ വിഷയങ്ങളുടെ വലിയ ബാഹുല്യം, ആ ബാഹുല്യത്തിനനുസരിച്ച് ഒരു അക്രമസമരം, ഇപ്പോൾ പലപ്പോഴും സമരങ്ങളൊക്കെ അക്രമമാകുമ്പോൾ എതിർക്കുന്ന ജനം തന്നെ ആ പ്രതിപക്ഷത്തെ ഒരു വിലയിരുത്തുന്നത് വലിയ അക്രമസമരങ്ങളിലൂടെയാണ്. ഹർത്താൽ എന്തുകൊണ്ട് നടത്തുന്നില്ല എന്നുള്ളതാണ് പലരുടെയും ചോദ്യം. ഹർത്താൽ ജനാധിപത്യ വിരുദ്ധമാണ്, അത് നടത്താൻ പാടില്ല എന്ന് കോൺഗ്രസിന് മുൻകാലങ്ങളിൽ തന്നെ ഉണ്ടായിരുന്ന അഭിപ്രായം ഈ ഒരു നേതൃത്വം വന്നപ്പോൾ അത്തരത്തിലുള്ള സമരമാർഗത്തിലേക്ക് പോകില്ല എന്നുള്ള കർശനമായ ഒരു തീരുമാനമെടുത്തു. അപ്പോൾ ഈ സമരങ്ങളെ സംബന്ധിച്ച്, സമരത്തിന്റെ രീതികളെ സംബന്ധിച്ച് ചില ആൾക്കാർക്ക് വ്യത്യസ്തമായ സമീപനമുണ്ട് എന്നുള്ളത് അംഗീകരിക്കുന്നു. മാത്രമല്ല ഇവരെ സംബന്ധിച്ച് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് തുടർച്ചയായുള്ള വാർത്താ സമ്മേളനങ്ങൾ, രമേശ് ചെന്നിത്തലയുടെ വാർത്താ സമ്മേളനങ്ങൾ അത് ഗുണം ചെയ്തില്ല എന്നും സ്മൃതി 30 സെക്കൻഡ് പറഞ്ഞോളൂ. സ്മൃതി 30 സെക്കൻഡ് ഞാൻ ചോദിക്കട്ടെ, 5 മാസത്തെ കാലയളവിൽ കേരളത്തിന്റെ സെക്രട്ടേറിയറ്റ് വളഞ്ഞ 2 പ്രാവശ്യം വളഞ്ഞ ഏത് കാലം ഉണ്ടായിട്ടുണ്ട്? സപ്ലൈകോയിൽ, റേഷൻ കടകളിൽ, താലൂക്ക് ഓഫീസുകളിൽ, വില്ലേജ് ഓഫീസുകളിൽ, കളക്ടറേറ്റുകളിൽ മുഴുവൻ സ്ഥലത്തും കോൺഗ്രസിന്റെ പ്രതിഷേധങ്ങൾ എല്ലാം. കാരണം കോൺഗ്രസിന്റെ പ്രവർത്തകർ പറയുന്ന സമരത്തിന്റെ ബാഹുല്യം. പരാജയത്തിന് തുല്യമായി നിൽക്കത്തക്ക രീതിയിലുള്ള ഒരു പ്രതിഷേധം കണ്ടില്ല എന്ന് ജനങ്ങളുടെ ഒരു വിധിയെഴുത്താവാം. രണ്ടാമത്തെ നവകേരള സദസ് അടക്കമുള്ള വലിയ രീതിയിൽ ആൾക്കൂട്ടം ഉണ്ടാകുന്നു. അത് സർക്കാർ തന്നെ സംഘടിപ്പിച്ചതാണെന്ന് ഒരിക്കലും
മറുഭാഗത്ത് കുറ്റവിചാരണ സദസ്സ് ദുർബലമാവുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. ഒരുപക്ഷെ ഇതൊക്കെ തന്നെ ആയിരിക്കാം ഈ പ്രതിപക്ഷത്തിന്റെ ഈ വിലയിരുത്തലിൽ ഘടകമായി തീർന്നിട്ടുണ്ടാവുക. ഒരു കാര്യം ഉറപ്പാണ്, അത് പ്രതിപക്ഷത്തെക്കാൾ കൂടുതൽ ദോഷമായി ബാധിക്കുക ഭരണപക്ഷത്താണ്. അതെ. അതായത് ഇത്ര മോശമായ ഭരണമുണ്ടെങ്കിൽ അത്രയും പോരാ പ്രതിപക്ഷം എന്നുകൂടി കേരളത്തിലെ ജനങ്ങൾ കരുതിയിട്ടുണ്ടാവാം. ഞാൻ വിചാരിക്കുന്നത് അടുത്ത 2 ചോദ്യങ്ങളിലേക്ക് പോകണം എന്നാണ്. നമ്മുടെ സമയക്കുറവ് കൊണ്ട് വളരെ പ്രധാനപ്പെട്ട ചോദ്യം, ആരാകണം മുഖ്യമന്ത്രി എന്ന ചോദ്യത്തിന് ഹസ്കർ ആൻഡ് ജെ.ആർ. പത്മകുമാർ വളരെ പ്രധാനപ്പെട്ട ചില സൂചനകൾ. അതായത് ഈ ഇപ്പോൾ സമയത്ത് തെരഞ്ഞെടുപ്പ്, ഇപ്പോൾ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നാൽ ആരാകണം നിങ്ങളുടെ On screen. മുഖ്യമന്ത്രി? ദാ വരുന്നു കെ ശൈലജയാണ്. കേരളത്തിന് വനിതാ മുഖ്യമന്ത്രി വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് കൂടുതൽ. 25.2% പേർ. വി ഡി സതീശൻ തൊട്ടു പിന്നിലുണ്ട് 18.4%. നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് ജെ.ആർ. പത്മകുമാർ. നിങ്ങളുടേതാണ് ലാസ്റ്റ് ശരി ഇന്നത്തെ സർവേയിൽ. മൂന്നാം സ്ഥാനം സുരേഷ് ഗോപി 16.1. പിണറായി വിജയൻ ദാ താഴ്ന്നു. BM ഹസ്കർ. അതായത് നാലാം സ്ഥാനത്താണ്. അധികാരത്തിലിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി തങ്ങളുടെ ഫേവറേറ്റ് ചോയ്സിലേക്ക് 4ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോകുന്ന കാഴ്ച. തുടർ ഭരണത്തിനൊടുവിലെ കാഴ്ച. ശശി തരൂർ 10.9, രമേശ് ചെന്നിത്തല 6.8%, കെ സുധാകരൻ 3, കെ സുരേന്ദ്രൻ 1.5, കെ സി വേണുഗോപാൽ 0.9, എം വി ഗോവിന്ദൻ 0.9. BM ഭാസ്കർ, ജെ.ആർ. പത്മകുമാർ എങ്ങനെ വിശദീകരിക്കും ഈ മാറ്റത്തെ? എന്നോടാണോ? അല്ല, ഇതില് കെ ശൈലജയെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായും കെ ശൈലജയുടെ പേര് വളരെ നാളുകളായി കേരളം ആഗ്രഹിക്കുന്ന ഒരു പേര് തന്നെയാണ്. അത് കേരളത്തിലെ സാമാന്യ ജനങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതൊരു തെറ്റല്ല. കെ ശൈലജ പാർട്ടിയുടെ മുഖം കൂടിയാണ്, CPM-ന്റെ നേതാവ് കൂടിയാണ്. സ്വാഭാവികമായും അതുകൊണ്ട് തന്നെയാണ് CPM-ന് ഒരു പ്രാതിനിധ്യ സ്വഭാവത്തോടു കൂടി തന്നെയാണ് അതിനെ കാണേണ്ടത്. അല്ലാതെ CPM-ന്റെ മുഖ്യമന്ത്രി മോശം എന്ന അർത്ഥത്തിൽ അല്ല അതിനെ കാണുന്നത്. സ്വാഭാവികമായ ഒരു ആന്റി ഇൻക്യുബേഷൻ ഫാക്ടേഴ്സ് ഒക്കെ എല്ലാ കാലഘട്ടത്തിലുണ്ട്. എന്തുകൊണ്ട് പിണറായി രണ്ടാമതും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ കേരളത്തിൻ്റെ ചരിത്രത്തെ മാറ്റി എന്നുകൂടി പരിശോധിക്കേണ്ടതല്ലേ? സ്വാഭാവികമായും ആ മാറ്റം കൂടി കാണേണ്ടത് കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഒരുപക്ഷെ ഇത് 4ാം സ്ഥാനത്ത് എന്നുള്ളതൊരു വലിയ പരിഗണനയുണ്ട്. കെ ശൈലജയുടെ ആ ലഭിച്ച ശതമാനവും സഖാവ് പിണറായി വിജയൻ്റെ ശതമാനവും ഒരുമിച്ച് ചേർത്ത് വേണം സഖാവ് പിണറായി വിജയനിൽ നിങ്ങൾ കാണേണ്ടത് എന്നുള്ളതാണ്. കേരളത്തിനൊരു വനിതാ മുഖ്യമന്ത്രി എന്നുള്ളത് വളരെ കാലമായി കേരളം ആഗ്രഹിക്കുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. സ്ത്രീ വോട്ടർമാരാണ് എന്നതും പ്രധാനപ്പെട്ടതായിരിക്കാം. ഒരുപക്ഷെ സ്ത്രീ വോട്ടർമാരുടെ സ്വാഭാവിക ചോയ്സ് എന്ന നിലയിലും അതിനെ വ്യാഖ്യാനിക്കാം. ജെ.ആർ. പത്മകുമാർ എന്തോ പറയുന്നു. സുരേഷ് ഗോപി 3ാം സ്ഥാനത്താണ്. നിങ്ങളുടെ ആ ഒരു സർവേ, എനിക്ക് തോന്നുന്നു സർവേ ഫലം പുറത്ത് വന്നതിന് ശേഷമായിരിക്കണം ഇദ്ദേഹത്തെ വടകരയിലാക്കി ഡൽഹിയിലോട്ട് മാറ്റാൻ തീരുമാനിച്ചത്. കേരളത്തിലെ ജനങ്ങൾ അങ്ങനെ ചിന്തിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ ആ ഒരു സാധ്യത ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഇപ്പൊ CPM ചെയ്തിരിക്കുന്ന കാര്യം. അതിനെക്കുറിച്ചാണ് നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ടത്. നിങ്ങളുടെ സർവേ ഫലം പാർലമെന്റ് അംഗങ്ങൾ നിയമസഭയിൽ മത്സരിച്ച ചരിത്രവും മുമ്പുണ്ടായിട്ടുണ്ട്. സുരേഷ് ഗോപി 3ാം സ്ഥാനത്തെത്തിയതിനെ കുറിച്ച് കൂടി ഒന്ന് പറയൂ. എല്ലാ മണ്ഡലങ്ങളിലും 4ാമതോ 5ാമതോ ആയെങ്കിലും ആദ്യത്തെ 5-ൽ ഉറപ്പായിട്ടും സുരേഷ് ഗോപി ഉണ്ടായിരുന്നു. അല്ല, സുരേഷ് ഗോപി ഞങ്ങളുടെ കേരളത്തിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, കഴിഞ്ഞ 57 മുതൽ മാറി മാറി ഭരണം നടത്തിക്കൊണ്ട് ഞങ്ങൾ ഈ 2 മുന്നണി സൈന്യത്തൊരു ബ്രേക്ക് ത്രൂ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ്. അതിൽ ഞങ്ങൾക്ക് 16% വോട്ട് കിട്ടിയെങ്കിൽ ഒരു വലിയ നേട്ടമായിട്ട് ഞങ്ങൾ കണക്കാക്കും. സുരേഷ് ഗോപി ഒന്നാമത് വരികയും സംസ്ഥാന നേതൃത്വത്തെ നയിക്കുന്ന കെ സുരേന്ദ്രൻ ബഹുദൂരം പിന്നിലാവുകയും ചെയ്തു എന്നുകൂടിയുണ്ട്. അല്ല, അങ്ങനെയല്ല. അത് അങ്ങനെയല്ല. ഞങ്ങൾക്ക് ദേശീയ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും ഒക്കെ ഒരുമിച്ച് തന്നെയാണ് തീരുമാനം എടുക്കുന്നത്. അല്ലാതെ ഒരു വ്യത്യസ്തമായ ഒരു സംഭവം നിങ്ങളൊന്ന് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? അങ്ങനെയൊന്നുമല്ല. അത് ഞങ്ങളുടെ ഒരു കേഡർ പ്രസ്ഥാനമാണ്. ഞങ്ങളുടെ പാർട്ടി നിയോഗിക്കുന്ന കാര്യങ്ങളാണ് ഞങ്ങൾ ചെയ്യുന്നത്. അല്ലെ ഞങ്ങൾ തീരുമാനമെടുത്ത് പാർട്ടിയെ കൊണ്ട് നടപ്പിലാക്കുന്ന സംവിധാനം അല്ല BJP. വിജയസാധ്യത ആർക്ക് എന്നുള്ളത് നമ്മൾ വ്യക്തമായി അറിയിച്ചു കഴിഞ്ഞതാണ്. 15 മണ്ഡലങ്ങളിൽ UDF-ന് അനുകൂലമായി വിധി എഴുതുമ്പോൾ 5 മണ്ഡലങ്ങളാണ് LDF-ന് സാധ്യത കൽപ്പിക്കുന്നത്. ഒന്നുകൂടി അതിനെ വിശദീകരിച്ചാൽ 15 മുതൽ 17 വരെ സീറ്റുകൾ UDF-ന് കിട്ടാം, 3 മുതൽ 5 സീറ്റുകൾ വരെ LDF-ന് കിട്ടാം. അങ്ങനെയെങ്കിൽ ടോട്ടൽ പെർസെന്റേജ് എടുത്തു നോക്കാം. നമുക്ക് എങ്ങനെയാണ് കേരളത്തിന്റെ ആകെ ശരാശരി എന്ന് നോക്കാം. അങ്ങനെ നോക്കുമ്പോൾ വിജയസാധ്യത ആർക്ക്?
UDF UDF തന്നെയാണ് 42% വോട്ട് വിഹിതം സ്വന്തമാക്കുമെന്നും LDF 36% വോട്ട് വിഹിതം സ്വന്തമാക്കുമെന്നും പറയുമ്പോൾ വോട്ട് വർദ്ധിപ്പിക്കും 19%. അതായത് 6% ഡിഫറൻസ് അല്ലേ? അതെ, അതെ. 42% UDF, LDF 36%, NDA 19% എന്ന് പറയുമ്പോൾ UDF-നാണ് മേൽക്കൈ, 6% മേൽക്കൈ. പക്ഷേ ശ്രീ രാജു പി നായർ ഒട്ടും തന്നെ ആശ്വാസകരമായ ഒരു കാര്യമല്ലാതെ, കാരണം 2019 കോൺഗ്രസിന്റെ UDF-ന്റെ വോട്ടിംഗ് ശതമാനം എന്ന് പറയുന്നത് 47.6%. ഓൾമോസ്റ്റ് 50% അടുത്തേക്ക് എത്തുന്നു. ശരി. എന്നാൽ ഇപ്രാവശ്യം 5.6% UDF-ന്റെ വോട്ട് ഷെയർ കുറയുന്നു. 2% കേരള കോൺഗ്രസിന്റെ മാറ്റി വെച്ചാലും 45% ഉണ്ട്. അതെ, 45% രാജു പി നായർ. ഇനി മാത്രവുമല്ല, LDF ശതമാനം വർദ്ധിപ്പിക്കുന്നു. 32.1% കഴിഞ്ഞ 2019 വോട്ട് ഷെയർ എങ്കിൽ അതിക്കുറി 36% 4% വർധന LDF കാണിക്കുമ്പോൾ 5.6% ഡിപ്പ് UDF കാണിക്കുന്നു. UDF-നാണ് മേൽക്കൈ എന്ന് ആശ്വസിക്കാമെങ്കിലും ഒരു ക്ലീൻ സ്വീപ്പ് എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. ഒരു വേവില്ല. അല്ല ഉണ്ണികൃഷ്ണൻ, അതിനകത്ത് ഞാൻ ഒരിക്കലും ഇതിനെ വിശ്വസിക്കുന്നില്ല. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചോളം കേരളത്തിൽ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയതിനേക്കാൾ മെച്ചപ്പെട്ടു വെച്ചാൽ 20-ൽ 20 സീറ്റും ജയിക്കാനുള്ള സാഹചര്യമുണ്ട്. അത് കേന്ദ്രത്തിലെ ഞാൻ സൂചിപ്പിച്ച പോലെ ഈ രാജ്യത്തിൻ്റെ ആശയത്തെ തിരിച്ചുപിടിക്കാൻ കോൺഗ്രസ് തിരിച്ചു വരണം എന്നുള്ള മതേതര ബോധമുള്ള ജനങ്ങൾ, മറുവശത്ത് സംസ്ഥാന സർക്കാരിൻ്റെ അഴിമതി ഉൾപ്പെടെ വിലക്കയറ്റം ഉൾപ്പെടെ വലിയ ഒരു ജനവിഭാഗം എതിരായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പറയുന്ന 18%-ലേക്കോ 19%-ലേക്കോ BJP വരില്ല. മറിച്ച് BJP-യെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ 12% എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യം. അവിടെ CPM-നേക്കാൾ അപ്പുറത്ത് BJP-യെ 12% എത്തിക്കുക എന്നുള്ള രാഷ്ട്രീയ ലക്ഷ്യം ഞങ്ങൾക്കുണ്ട്. ചില സൂചനകൾ ഇതിനകത്തുണ്ട്. ചില സൂചനകൾ സൂചിപ്പിക്കുന്നത് മധ്യ കേരളത്തിൽ ചില സ്ഥലങ്ങളിൽ BJP-ക്ക് ഒരു ചെറിയ സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുന്നു. അത് ചില മതവിഭാഗങ്ങളിൽ മുസ്ലിം വിരുദ്ധത ആളിക്കത്തിച്ചുകൊണ്ട് നടക്കുന്ന വ്യക്തമായി പറഞ്ഞാൽ ആറ്റിങ്ങലിലും പത്തനംതിട്ടയിലും വലിയ മുന്നേറ്റം, പത്തനംതിട്ടയിലും കോട്ടയത്തും വലിയ മുന്നേറ്റം, വലിയ വളർച്ച. അത് ഇതിന്റെ ടേക്ക് അവേ ആണ്. ഞാൻ ഈ സർവേയുടെ ടേക്ക് അവേ ആയിട്ട് എടുക്കുന്നതാണ്. അതിനെ പ്രതിരോധിക്കണം. ശരി, ജെ പത്മകുമാർ, അതിനെ പ്രതിരോധിക്കാൻ ഞാൻ പറയട്ടെ ശ്രീ, രാഷ്ട്രീയ സമരത്തിന്റെ ഭാഗമായിട്ട് അത് മുന്നോട്ട് പോകും, ഒരു സംശയവും വേണ്ട. കുറച്ചുകൂടി പരസ്യമായിട്ട് രാജു പി നായർ കുറച്ചുകൂടി പരസ്യമായിട്ട് പറഞ്ഞാൽ മതി. ഞങ്ങൾ എല്ലാവരും INDA-യുടെ ഭാഗമാണ്, INDA-യുടെ ഭാഗമാണ്, ഞങ്ങൾ വീതിച്ചെടുക്കുമെന്ന് മാത്രം പറഞ്ഞാൽ മതി. അതായത് 2019 15%, അത് നിങ്ങളുടേത് 4%, 19-ലേക്ക് എത്തുന്നു. ഞാൻ കണക്ക് പറഞ്ഞോട്ടെ, 19-ലേക്ക് എത്തുന്നു. ആ 19-ലേക്ക് നിങ്ങളെ 20 സെക്കൻഡ് തരൂ. ഞാൻ പറഞ്ഞ ഇവിടെ തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നപ്പോൾ 280 വോട്ട് കിട്ടിയ UDF കഴിഞ്ഞ ദിവസം BJP-യെ പരാജയപ്പെടുത്തിയപ്പോൾ 77 വോട്ടാണ് കിട്ടിയതവർക്ക്. കംപ്ലീറ്റ് വോട്ട്. ഞങ്ങൾക്ക് 200 വോട്ട് വർദ്ധിപ്പിച്ചിട്ട് പോലും ഞങ്ങൾക്ക് ജയിക്കാൻ പറ്റില്ല. നിലനിൽക്കുമ്പോൾ മോദിക്കെതിരായിട്ടുള്ള വികാരത്തിൽ കേരളം ഇപ്പോഴും UDF-നോടൊപ്പമാണ്. ഹസ്കർ, അല്ല, അങ്ങനെ അതിനെ കാണാൻ കഴിയില്ല. ഈ 4% ഒരു ഇൻക്രീസ് ഇപ്പോൾ നിങ്ങളുടെ സർവേ ഫലത്തിൽ വരുന്നത് തന്നെ വലിയൊരു ശുഭസൂചനയാണ്. കാരണം മാത്രമല്ല, അത് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതിന് മുമ്പാണ്. സ്ഥാനാർത്ഥികളെ കൂടി നിശ്ചയിക്കുമ്പോൾ ആ സ്ഥാനാർത്ഥികളുടെ വ്യക്തിത്വവും ആ മണ്ഡലത്തിലെ സ്വാധീനവും കൂടി പരിഗണിച്ചു കഴിയുമ്പോൾ ഒരുപക്ഷെ അങ്ങ് പറയുന്ന അല്ലെങ്കിൽ ഇപ്പോൾ നടത്തിയിട്ടുള്ള ഈ പ്രീ പോൾ സർവേ ഫലങ്ങൾക്ക് അപ്പുറത്തേക്ക് സ്ഥാനാർത്ഥികളുടെ വ്യക്തിത്വം പ്രധാനപ്പെട്ട ഘടകമാണ് എന്നുള്ളതാണ്. താങ്ക് യു ഹസ്കർ, താങ്ക് യു രാജു പി നായർ, താങ്ക് യു JR പത്മകുമാർ ചർച്ചയിൽ ചേർന്നതിന്. രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരുടെ നില മെച്ചപ്പെടുത്താനുള്ള സമയമുണ്ട്. ഈ സർവേ ഒന്ന് പഠിച്ചാൽ അവർക്ക് ഗുണം ചെയ്യും. ഈ സർവേയിൽ പലതും ചില അടിയൊഴുക്കുകളെ നിശ്ചയിക്കാനുള്ള സൂചനകൾ കൂടിയാണ്. സ്ഥാനാർത്ഥി നിർണയം വരുന്നതിന് മുമ്പുള്ള സർവേയാണ്. ഇനി രണ്ടാം ഘട്ട സർവേയിൽ സ്ഥാനാർത്ഥി നിർണയത്തിനു ശേഷം സ്ഥാനാർത്ഥികൾ മണ്ഡലത്തിൽ ആക്റ്റീവായതിനു ശേഷമുള്ള കേരളത്തിന്റെ ചിന്ത പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. ഇനി റിപ്പോർട്ടർ പ്രസ് കോൺഫറൻസ് ഇവിടെ റിപ്പോർട്ടർ മെഗാ പ്രീ പോൾ സർവേ ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി കാണാം ഡിബേറ്റ് വിത്ത് MV നികേഷ് കുമാർ.